ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഫ്രാക്ഷൻസിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 1/x + 1/2x + 1/4x = 1 ആയാൽ എക്സ് എത്ര എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കിക്കേ. 1/x + 1/2x + 1/4x = 1. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേ 2x. മൂന്നാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് 4x ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആണെങ്കിൽ അവരുടെ LCM നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ കാണണം. അപ്പോൾ എക്സ്, 2x, 4x ഇതിൻ്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x ആണ് കിട്ടുക. കാരണം എക്സിനെ നമുക്ക് 4x ആക്കാൻ പറ്റും. എക്സിനെ നമുക്ക് എങ്ങനെയാണ് 4x ആക്കാൻ പറ്റുക? ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതുപോലെ 2xനെ നമുക്ക് 4x ആക്കാൻ എളുപ്പമല്ലേ. 2xനെ 4x ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കിവിടെ LCM ആയിട്ട് ആരെ ചൂസ് ചെയ്യാം? 4xനെ ചൂസ് ചെയ്യാം. ഇനി നോക്കിക്കേ, ഇനി ചെയ്യേണ്ടത് ഓരോ ഫ്രാക്ഷനെയും നമുക്ക് കിട്ടിയ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ഫ്രാക്ഷൻ 1/x. ഇതിനെ ഞാൻ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്? നമുക്ക് കിട്ടിയ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തത് പ്ലസ് ഇട്ട് തന്നെ എഴുതണം. അടുത്തത് എടുക്കുമ്പോൾ 1/2x. ഇതിനെയും നമ്മൾ എന്ത് ചെയ്യുക? LCM കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് അടുത്ത ഫ്രാക്ഷൻ ഇതേപോലെ തന്നെ 1/4x. ഇതിനെയും ഏതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മുടെ LCM ആയ 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇവിടെ ചെയ്ത സംഭവം നമ്മൾ എവിടെയും അപ്ലൈ ചെയ്യണം. ഇത് LHS എന്ന് പറയാം അല്ലേ. ഈക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ LHS എന്നാണ് പറയുന്നത്. LHS എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ അല്ലേ? അതുപോലെ ഈക്വാളിറ്റിയുടെ റൈറ്റ് സൈഡിൽ എത്ര ടേം ഉണ്ടെങ്കിലും അതിന് നമ്മൾ RHS എന്നാണ് പറയുന്നത്. ഓക്കെ, ഈക്വാളിറ്റിയുടെ ലെഫ്റ്റിലിരിക്കുന്നത് നമ്മൾ LHS എന്ന് വിളിക്കും. ഈക്വാളിറ്റിയുടെ റൈറ്റിൽ ഇരിക്കുന്നത് നമ്മൾ RHS എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ LHSൽ നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മൾ എവിടെയും അപ്ലൈ ചെയ്യണം? RHSലും അപ്ലൈ ചെയ്യണം. അപ്പോൾ RHSൽ 1 അല്ലേ കൊടുത്തിരിക്കുന്നത്. ആ 1നെയും നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്? 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് നമ്മൾ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ജസ്റ്റ് ക്യാൻസലേഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് ഉണ്ട്, കട്ടായി പോകും. രണ്ടാമത്തെ ടേം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എക്സും എക്സും കട്ടാവും. അതുപോലെ തന്നെ 2, 4ഉം കട്ടാവത്തില്ലേ. 2ന്റെ ടേബിളിൽ 4 2 ടൈംസ് ആണ്. അപ്പം വലിയ നമ്പർ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കുക, അവിടെ വേണം ആൻസർ എഴുതാൻ. ഓക്കെ, അപ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, അങ്ങനെ ആലോചിച്ചാലും മതി. ഇനി ഇവിടെ നോക്കുമ്പോൾ 4xും എന്തായി പോവും? കട്ടായി പോവും. ബാക്കി 1 മാത്രം കാണും. അടുത്തതിൽ 1 × 4x. 1 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേമിൽ എക്സും എക്സും കട്ടായി പോയി 1 × 4 4 എന്ന് കിട്ടും. രണ്ടാമത്തെ പ്ലസ് ഇട്ടിട്ട് രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തേൽ എക്സും എക്സും കട്ടായി 4/2 എന്ന് പറയുമ്പോൾ 1 × 2. ഓക്കെ അല്ലേ? ഇപ്പോൾ 2 തന്നെ കിട്ടും. പ്ലസ് അടുത്ത 4xും കട്ടായി പോയി ബാക്കി ആരാ ഉള്ളത്? 1 ഈക്വൽ 1 × 4x എന്താ? 4x എന്ന് കിട്ടും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 4 + 2 6. 6 + 1 എത്ര വരും? 7 എന്ന് കിട്ടും. ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്തൊരു പേജിൽ എഴുതാം. അപ്പോൾ നമുക്ക് 4 + 2 + 1 = 4x എന്നാണ് കിട്ടിയത്. ഇത് ഇത്രയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. 7 = 4x. ഇനി നോക്കിക്കേ, ത്രൂ ഔട്ട് ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 7/4 = 4x / 4. ഇവിടെ 4ഉം 4ഉം വെട്ടിപ്പോയാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താണെന്ന് കിട്ടി? 7/4 ആണെന്ന് കിട്ടി. ഇനി ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. അതും കൂടി പറഞ്ഞുതരാം. 7 = 4x എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് തിരിച്ചു എഴുതാമല്ലോ. 4x = 7. കാരണം LHSും RHSും സെയിം അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയെന്ന് പറഞ്ഞ് പ്രോബ്ലം ഇല്ല. അപ്പോൾ 7 = 4x നമുക്ക് തിരിച്ച് എങ്ങനെ എഴുതി? 4x = 7. നമുക്ക് വേണ്ടത് എക്സ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണോ അയാളെ നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ദാറ്റ് മീൻസ് RHSലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ x =
ഈ കൊണ്ടുവന്ന ആളെ മാറ്റി നിർത്തുക. ബാക്കി ആരാണോ ഉള്ളത് അയാളെ എന്ത് ചെയ്യാം, എടുത്ത് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. അപ്പം 4നെ മാറ്റി നിർത്തിയാൽ ബാക്കി ആരാ ഉള്ളത്? എക്സ് ഈക്വൽ ടു 7 ആണല്ലോ. അപ്പം അത് അതുപോലെ കൊടുക്കുക, എക്സ് ഇസ് ഈക്വൽ ടു 7. ഇനി കൊണ്ടുപോകുന്ന ആളാരാണ്? 4നെ അല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്. 4 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ മാറും. ഓക്കെ അല്ലേ? ഇപ്പം 4ഉം എക്സും തമ്മിലുള്ള ഓപ്പറേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പം അറിയാം. അഡീഷനും അല്ല, സബ്ട്രാക്ഷനും അല്ല, ഡിവിഷനും അല്ല. ഏതാണ്? മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ ഇരിക്കുന്ന ഒരാളെ നമ്മൾ വേറൊരു ഇക്വാളിറ്റിയുടെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഏത് ഫോമിലാവും? ഡിവിഷനായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എക്സ് ഈക്വൽ ടു 7/4 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് എളുപ്പം ആ മെത്തേഡ് അങ്ങ് ചെയ്ത് ആൻസറിലോട്ട് എത്തിയാൽ മതി. എങ്ങനെ ചെയ്താലും സെയിം ആൻസറേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 7/4, ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ക്ലിയർ അല്ലേ? ഇവിടെ എക്സ് വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഓക്കേണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.